അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 11 ബുധനാഴ്ച. സൈബർ ഇടങ്ങളിൽ കുറ്റകൃത്യം തടയാനുള്ള പദ്ധതികളുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കുറ്റകൃത്യം തടയുന്നതിനായി സൈബർ കമാൻഡോസ് പദ്ധതി ഒരുങ്ങുന്നതായി അമിത്ഷാ അറിയിച്ചു. ഡാറ്റ രജിസ്ട്രിയും സൈബർ കുറ്റകൃത്യങ്ങളും പങ്കുവയ്ക്കുന്നതിനുള്ള വെബ് പോർട്ടലും സജ്ജീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി ഓൺലൈനിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് സജീവമായ ഇടപെടൽ നടത്തിയതിനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരള പോലീസിന് സമ്മാനിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബ്, സൈബർ ഓപ്പറേഷൻസ് വിഭാഗം SP ഹരിശങ്കർ എന്നിവർ ചേർന്നാണ് അവാർഡ് സ്വീകരിച്ചത്. തെലങ്കാന, കർണാടക, പഞ്ചാബ്, തമിഴ്നാട്, കേരളം എന്നീ 5 സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത്. 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തീരുമാനിക്കുന്നതിനാണ് കോൺക്ലേവ്. കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര സർക്കാരിന്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവുമായ ഡോക്ടർ അരവിന്ദ് സുബ്രഹ്മണ്യൻ, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി TM തോമസ് ഐസക്, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ VK രാമചന്ദ്രൻ തുടങ്ങിയവരും വിശിഷ്ടാതിഥികളാകും. സംസ്ഥാനത്ത് RSSുമായി ബന്ധം കോൺഗ്രസിനെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPMന് RSSനെ പ്രീണിപ്പിക്കേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ADGPയും RSS നേതാക്കളുമായി നടത്തിയ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മാധ്യമങ്ങളെ അതിരൂക്ഷമായി കുറ്റപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. CPM കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും CPM നിർമ്മിച്ച 11 വീടുകളുടെ താക്കോൽദാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ പ്രസംഗത്തിലെവിടെയും ADGP RSS കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. പിണറായി വിജയൻ അഭിമാനമില്ലെന്നും പിണറായി ജീവിക്കുന്നത് BJPയുടെ സഹായത്തിലാണെന്നും ഇല്ലെങ്കിൽ എന്നേ ജയിലിൽ പോകുമായിരുന്നുവെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ. കോൺഗ്രസിന് RSS ബന്ധമുണ്ടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു സുധാകരൻ. സ്വന്തം പോരായ്മ മറച്ചുവെക്കാൻ വായിൽ തോന്നിയത് പറയരുതെന്നും ഒരു കോൺഗ്രസുകാരനും ഗോൾ വാൾക്കറുടെ മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യമില്ലെന്നും CPM RSSന് വിധേയരാണെന്നും സുധാകരൻ വിമർശിച്ചു. എല്ലാ തരത്തിലും BJPയുടെ വിധേയനായി പിണറായി വിജയൻ മാറിയെന്നും കുടുംബത്തെ രക്ഷിക്കാനും ഭാര്യയ്ക്കും മക്കൾക്കും പണമുണ്ടാക്കാനും ഭരണത്തെ ദുരുപയോഗം ചെയ്തെന്നും KPCC പ്രസിഡന്റ് ആരോപിച്ചു. സംസ്ഥാനത്തെ പോലീസിൽ വീണ്ടും മാറ്റം വരുത്തി സർക്കാർ ഉത്തരവ്. PV അൻവർ ആരോപണമുന്നയിച്ച മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരനെ മാറ്റിയതുൾപ്പെടെ സംസ്ഥാന പോലീസിൽ അഴിച്ചുപണികൾ നടത്തി. വിജിലൻസ് എറണാകുളം റേഞ്ച് SP ആയിട്ടാണ് ശശിധരനെ മാറ്റിയത്. AIG R വിശ്വനാഥിനെ മലപ്പുറം SP ആയി നിയമിച്ചു. മലപ്പുറത്തെ 8 DYSPമാരെയും മാറ്റിയിരുന്നു. കൂടാതെ CH നാഗരാജുവിനെ ഗതാഗത കമ്മീഷണറായും കൊച്ചി കമ്മീഷണറായ ശ്യാം സുന്ദറിനെ ദക്ഷിണ മേഖല IG ആയും നിയമിച്ചു. A അക്ബർ ക്രൈംബ്രാഞ്ച് IG ആയി തുടരും. അതേസമയം PV അൻവർ MLA നിരന്തരം ആരോപണമുന്നയിക്കുന്ന ADGP അജിത് കുമാറിന് മാത്രം മാറ്റമില്ല. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്തു നിന്നും S ശശിധരനെ മാറ്റിയതിന് പിന്നാലെ പ്രതികരണവുമായി KT ജലീൽ. മലപ്പുറം SPയെ മാറ്റി 2ാം വിക്കറ്റും വീണു എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ മലപ്പുറം SPയുടെ തൊപ്പിയിലെ പൊൻതൂവലുകൾക്ക് രക്തത്തിന്റെ മണമുണ്ടെന്നും കണ്ണീരിന്റെ നനവുണ്ടെന്നും വംശവെറിയുടെ വിഷമുണ്ടെന്നും പറയുന്നു. ഏറ്റവുമധികം കേസുള്ള ജില്ലയെന്ന അപഖ്യാതി മലപ്പുറത്തിന് ചാർത്തി നൽകിയ സുജിത് ദാസിന്റെ ഗതി എന്തായി എന്ന് ചോദിക്കുന്ന ജലീൽ, ഇനി തെറിക്കാനുള്ളത് വൻ സ്രാവിന്റെ കുറ്റിയാണെന്നും വൈകാതെ അതും തെറിക്കുമെന്നും ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയനാണെന്നും പോസ്റ്റിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ വീണ്ടും നിലമ്പൂർ MLA PV അൻവർ. സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കിയത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഇടപെടൽ ശരിയല്ലാത്തതുകൊണ്ടാണെന്നും കേരളത്തിലെ ജനങ്ങൾക്കും പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്കും നീതി ലഭ്യമാക്കാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ പരാജയമായിരുന്നുവെന്നും പാർട്ടിക്ക് അതിൽ ക്ഷീണമുണ്ടായിട്ടുണ്ടെന്നും അൻവർ വ്യക്തമാക്കി. RSSുമായി ഡീലുണ്ടാക്കാൻ ADGPയെ ചുമതലപ്പെടുത്തേണ്ട ഗതികേട് CPMനില്ലെന്ന് MV ഗോവിന്ദൻ. CPM കോവളം ഏരിയ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനവും CPM നിർമ്മിച്ചു നൽകുന്ന 11 വീടുകളുടെ താക്കോൽദാനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. ADGP MR അജിത് കുമാർ RSS നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച സ്പീക്കർ AN ഷംസീറിനെതിരെ വിമർശനവുമായി മേപ്പയ്യൂരിലെ CPM രക്തസാക്ഷി ഇബ്രാഹിമിന്റെ മകൻ ഷെബിൻ. RSSന്റെ വർഗീയത മറന്നുള്ള ഷംസീറിന്റെ പ്രസ്താവന കേട്ട് രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ തരിച്ചിരിക്കുകയാണെന്ന് ഷെബിൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചു.
ഈ ഓണം 100ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years ഓഫ് പുളിമൂട്ടിൽ സിൽക്സ്. ഹേമ കമ്മിറ്റി നിയമവിരുദ്ധമെന്നാരോപിച്ച് ഹൈക്കോടതിയിൽ ഹർജി. സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും സംസ്ഥാന സർക്കാരിന് ഇത്തരമൊരു നടപടിക്ക് അധികാരമില്ലെന്നും ഹർജിയിൽ പറയുന്നു. കമ്മിറ്റിയുടെ രൂപീകരണം നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കണമെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ പാടില്ലെന്നുമാണ് ഹർജിയിലെ ആവശ്യം. മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കെതിരെ സംവിധായകൻ വിനയൻ. താരസംഘടനയായ അമ്മയെ സൂപ്പർ താരങ്ങൾ നശിപ്പിച്ചുവെന്നും ഇപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയാണെന്നും മലയാള സിനിമയുടെ മുഖത്ത് കരിയോയിൽ ഒഴിച്ചതുപോലെയുണ്ടെന്നും വിനയൻ പറഞ്ഞു. സിനിമാ മേഖലകളിലെ പല പ്രമുഖരും കാരണം 12 വർഷം താൻ വേദന അനുഭവിച്ചെന്നും കപിൽ ഭാസി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് വിനയൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി നടത്തിയ പരാമർശം ആഭ്യന്തര വകുപ്പിന്റെ സമ്പൂർണ്ണ പരാജയമാണെന്ന് വി മുരളീധരൻ. ആഭ്യന്തര വകുപ്പിൽ ഇനിയും അള്ളിപ്പിടിച്ചിരിക്കുന്ന പിണറായി വിജയനെ തൊലിക്കെട്ടി അപാരമെന്നും ലൈംഗിക അതിക്രമം മറച്ചുവെക്കാനും പ്രതികളെ സംരക്ഷിക്കാനുമാണ് സർക്കാർ ഇത്രയും കാലം ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കൊല്ലം പൂഴ്ത്തിവച്ചതിന് സംസ്ഥാന സർക്കാർ സ്ത്രീകളോട് മാപ്പ് പറയണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഹൈക്കോടതി സർക്കാരിനെ നിർത്തിപ്പൊരിച്ചുവെന്നും ഹൈക്കോടതി നിർദ്ദേശം പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാന സർക്കാർ കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധ സർക്കാരെന്നും അദ്ദേഹം വിമർശിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതിന് സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ച സാഹചര്യത്തിൽ മൊഴികളുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുന്റെ തെരച്ചിലിനായുള്ള ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ വീണ്ടും അനിശ്ചിതത്വം. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ 2 ദിവസം കൂടി കാത്തിരിക്കാനാണ് തീരുമാനം. ഗോവൻ തീരത്ത് 2 ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാറ്റ് അനുകൂലമല്ലെന്നതാണ് വിലയിരുത്തൽ. ശക്തിയിൽ കാറ്റ് വീശുന്നത് ടഗ് ബോട്ടിന്റെ യാത്ര ദുഷ്കരമാക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഡ്രഡ്ജർ എത്തിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടായത്. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഇന്ന് ഡ്രഡ്ജർ പുറപ്പെടുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ടുള്ള പുനരന്വേഷണത്തിനെതിരെ മുൻമന്ത്രി ആന്റണി രാജു നൽകിയ ഹർജിയിൽ വാദം കേൾക്കൽ പൂർത്തിയായി. തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് സുപ്രീംകോടതി പറഞ്ഞു. വ്യവസ്ഥിതിയിൽ പരിശുദ്ധി ഉറപ്പാക്കിയേ മതിയാകൂ എന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. കേസിൽ ഹർജികൾ വിധി പറയാനായി മാറ്റി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് താൽക്കാലിക വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്കുള്ള വാടക ഓണത്തിന് മുൻപ് നൽകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു. ഈ ലിസ്റ്റ് ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി, തഹസിൽദാർ, താലൂക്ക് ഓഫീസ് ഡെപ്യൂട്ടി തഹസിൽദാർ എന്നിവർ ഉൾപ്പെടുന്ന 3-അംഗ സംഘം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിലെ സിക്കിൾ സെൽ രോഗികൾക്ക് ആരോഗ്യവകുപ്പ് പ്രത്യേക ഓണക്കിറ്റ് നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സിക്കിൾ സെൽ രോഗികൾക്ക് കഴിഞ്ഞ വർഷം മുതലാണ് ആദ്യമായി പ്രത്യേക ഓണക്കിറ്റ് ലഭ്യമാക്കിയത്. നിലവിൽ അവർക്ക് നൽകുന്ന ന്യൂട്രീഷൻ കിറ്റ് കൂടാതെയാണ് ഓണക്കിറ്റും നൽകുന്നത്. ഗതാഗത കമ്മീഷണറുടെ പൂർണ്ണ ചുമതല അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോജ് ശങ്കറിന് നൽകി സംസ്ഥാന സർക്കാർ. ഗതാഗത കമ്മീഷണറായി നിയമിച്ച IG A അക്ബർ സ്ഥാനമേറ്റെടുക്കാത്ത സാഹചര്യത്തിലാണ് സർക്കാർ തീരുമാനം. വ്യക്തിപരമായ കാരണങ്ങളാൽ കൊച്ചിയിൽ നിന്നും മാറാൻ കഴിയില്ലെന്നാണ് അക്ബർ DGPയെ അറിയിച്ചത്. സസ്പെൻഷനിലായ മുൻ MLA ജോർജ് M തോമസിനെ CPM തിരിച്ചെടുത്തു. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും തിരുവമ്പാടി മുൻ MLAയുമായ അദ്ദേഹത്തെ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് സസ്പെൻഡ് ചെയ്തത്. 14 മാസത്തിനു ശേഷം പാർട്ടി സമ്മേളന കാലത്താണ് ജോർജ് M തോമസിനെ തിരിച്ചെടുക്കുന്നത്. എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10-ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കൃഷി ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാക്കേണ്ടത് കൃഷിഭവനുകളിലല്ലെന്നും കൃഷിയിടങ്ങളിലാണെന്നും മന്ത്രി P പ്രസാദ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം 100 ദിന പരിപാടിയുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് അനുവദിക്കുന്ന തിരിച്ചറിയൽ കാർഡിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നടി പീഡന പരാതി നൽകിയ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരന് മുൻകൂർ ജാമ്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് VS ചന്ദ്രശേഖരന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അഭിഭാഷക അസോസിയേഷൻ ഭാരവാഹിയാണ് VS ചന്ദ്രശേഖരൻ. സംസ്ഥാനത്ത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഓണാഘോഷം ഉറപ്പാക്കി DGP. ഇത് സംബന്ധിച്ച് DGPയുടെ പ്രത്യേക ഉത്തരവ് പുറത്തിറങ്ങി. ഇതിനായി യൂണിറ്റ് ചീഫുമാർ ഡ്യൂട്ടി ക്രമീകരിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക്
കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ പരമാവധി അവസരങ്ങൾ നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ അന്വേഷണ സംഘത്തിനെതിരെ പരാതിക്കാരിയായ നടി. പോലീസ് സംഘം തന്റെ സ്വകാര്യത നശിപ്പിക്കുന്നതായാണ് ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി. തന്റെ ഫേസ്ബുക്ക് അക്കൌണ്ട് ലോക്ക് ചെയ്തെന്നും പാസ്വേഡ് നശിപ്പിച്ചെന്നും അവർ പറഞ്ഞു. സംഘർഷ സാഹചര്യം തുടരുന്ന മണിപ്പൂരിൽ അടുത്ത 5 ദിവസത്തേക്ക് ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി. സംഘർഷ സാധ്യത കൂടിയ സ്ഥലങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി 2 ദിവസം കൂടി നീട്ടി. ഒരാഴ്ചക്കിടെ മണിപ്പൂരിൽ വിവിധയിടങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങളിൽ 15 പേരോളം കൊല്ലപ്പെട്ടു. അക്രമ സംഭവങ്ങളിൽ മണിപ്പൂർ ഗവർണർ ആശങ്ക രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ തേൾ പരാമർശ കേസിൽ ശശി തരൂരിന് താൽക്കാലിക ആശ്വാസം. കേസിലെ വിചാരണ നടപടികൾ സുപ്രീംകോടതി 4 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശിവലിംഗത്തിലെ തേൾ എന്ന് RSS നേതാവ് വിശേഷിപ്പിച്ചെന്നാണ് ശശി തരൂർ പറഞ്ഞത്. ഇതിനെതിരെ BJP നേതാവ് രാജീവ് ബബ്ബറാണ് കോടതിയിൽ അപകീർത്തി കേസ് നൽകിയത്. ദില്ലിയിൽ ജനുവരി 1 വരെ പടക്കങ്ങൾ നിർമ്മിക്കാനും സൂക്ഷിക്കാനും വിൽക്കാനും അനുമതിയില്ല. ശൈത്യകാലത്തെ വായു മലിനീകരണ സാധ്യതയ്ക്ക് തടയിടാനാണ് ശ്രമം. സംസ്ഥാന പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 2ാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട BJP 21 സ്ഥാനാർത്ഥികളടങ്ങുന്ന പട്ടികയാണ് പുറത്തുവിട്ടത്. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെതിരെ BJP യുവ നേതാവ് ക്യാപ്റ്റൻ യോഗേഷ് ബൈരാഗി ജുലാനയിൽ മത്സരിക്കും. സ്വകാര്യ വ്യക്തികളും വ്യാപാര സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുന്നതും റോഡിന്റെ വശങ്ങൾ ബാരിക്കേഡ് വെച്ച് കയ്യേറുന്നതും നിയമവിരുദ്ധമെന്ന് മദ്രാസ് ഹൈക്കോടതി. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ എന്തെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും സർക്കാരിനും പോലീസിനും കോടതി നിർദ്ദേശം നൽകി. ഇസ്രായേൽ സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഗാസയിലെ തീരപ്രദേശമായ മവാസിയിലെ അഭയാർത്ഥി കൂടാരങ്ങളിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 19 പേർ മരിച്ചു. മവാസിയിൽ ലക്ഷക്കണക്കിന് പേരാണ് അഭയാർത്ഥികളായി കഴിയുന്നത്. ഗാസയുടെ തെക്കുള്ള പ്രധാന നഗരമായ ഖാൻ യൂനിസിനടുത്താണ് മവാസി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിച്ചു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.